Hi everyone, this is Rinsi from Groww Malayalam channel. നിങ്ങൾക്കറിയാവോ 2023 ഒക്ടോബർ വരെ 7 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് 12% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇതിൽ സ്മോൾ ക്യാപ് ഫണ്ടാണ് ലീഡിങ്ങിൽ നിൽക്കുന്നത് 24% റിട്ടേൺസ് നൽകിക്കൊണ്ട്. അപ്പോൾ നമ്മൾ 3 ഇയർ റിട്ടേൺസ് 27 നവംബർ 2023 വരെ നോക്കുകയാണെങ്കിൽ 9 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് 20% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്മോൾ ക്യാപ് ഫണ്ട് 34.02% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇപ്പം പല ഇൻവെസ്റ്റേഴ്സിന് മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഇത്രയധികം റിട്ടേൺസ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇതെൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇതുപോലെ തന്നെ റിട്ടേൺസ് കാണാൻ വേണ്ടി സാധിക്കാത്ത എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും നല്ലപോലെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്താണ്, ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്തു, എന്നിട്ട് റിട്ടേൺസ് ഒന്നും അധികം ഇല്ലാത്ത എന്താണ് എന്നല്ലേ ആലോചിച്ച്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറയുന്ന 4 മിസ്റ്റേക്സ് വരുന്നതുകൊണ്ടാവും ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 4 കോമൺ മിസ്റ്റേക്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ റിട്ടേൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിന് കിട്ടാത്തതിന് നിങ്ങൾ വരുന്ന 4 കോമൺ മിസ്റ്റേക്സ്. ബട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. നമുക്ക് ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലെ പാസ് റിട്ടേൺസിന് പുറകെ പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ പല ആളുകൾക്കും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പോൾ 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് കണ്ടിട്ട് മാത്രമാണ്. പക്ഷേ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലെ സ്റ്റാർ റേറ്റിംഗ് കണ്ണും പൂട്ടി നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം കൂടുതൽ ഈ റേറ്റിംഗ് പാസ്റ്റ് പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പാസ്റ്റിൽ തുടർച്ചയായിട്ട് ഹൈ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചൊരു ഫണ്ട് ഭാവിയിലും അതുപോലെ തന്നെ പെർഫോം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ തന്നെ ഈ റേറ്റിംഗ് ഒക്കെ ഇക്വിറ്റി ഫണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് നമുക്ക് കണക്കാക്കാനും സാധിക്കില്ല. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്റ്റൈൽ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്യൂട്ടബിലിറ്റി, മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയുടെ പൊട്ടൻഷ്യൽ, മ്യൂച്വൽ ഫണ്ടിലെ ആക്ച്വൽ റിസ്ക്, ഇതൊക്കെയാണ് പെർഫോമൻസിൽ ഇമ്പാക്റ്റ് ഉള്ള ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോ, ഈ ഒരു ഫണ്ടിന് വലിയൊരു അസറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് 2019 4 സ്റ്റാർ റേറ്റിംഗിൽ നിന്ന് 3 സ്റ്റാർ റേറ്റിംഗിലേക്ക് വീണു. അപ്പം ഇവിടെ നിങ്ങളിപ്പോൾ സ്റ്റാർ റേറ്റിംഗിൻ്റെ ബേസിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ടെൻഷനായിട്ട് ഫണ്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ 2023 വീണ്ടും ഇത് 4 സ്റ്റാർ റേറ്റിംഗിലേക്ക് കയറി വന്നു. സോ സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞെന്നോർത്ത് നിങ്ങളിവിടെ ഇക്വിറ്റി ഫണ്ട് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ടോപ്പ് പെർഫോമൻസിൻ്റെ സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാറിൻ്റെ താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവർ തിരിച്ച് കയറി വന്നിട്ടുണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ ടെമ്പററിലി ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഫണ്ട് അണ്ടർ പെർഫോം ചെയ്യാം. സോ നിങ്ങൾ സ്റ്റാർ റേറ്റിംഗിൻ്റെ കൂടെ ഫണ്ടിൻ്റെ ഷാർപ്പ് റേഷ്യോ, ബീറ്റ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ നിങ്ങൾ നോക്കണം ഒരു ശരിയായ ഇക്വിറ്റി ഫണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ. ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നിങ്ങൾ ഓവറായിട്ട് അങ്ങ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും കുറേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഉണ്ടെങ്കിൽ അതൊരു ബെറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ തരുമല്ലോ എന്ന്. പക്ഷേ അതല്ല സത്യം. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എണ്ണം കുറയ്ക്കേണ്ട 3 കാരണങ്ങൾ ഞാൻ പറയാം. സപ്പോസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 35 മുതൽ 40 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഓരോ ഇക്വിറ്റി ഫണ്ട് സ്കീമിൻ്റെ അലോക്കേഷൻ കുറവായിരിക്കും. സോ ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ 1-2 ഇക്വിറ്റി ഫണ്ട് സ്കീമുകൾ നല്ലപോലെ പെർഫോം ചെയ്താൽ അത് നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോ റിട്ടേൺസിൽ വലിയ രീതിയിലൊന്നും കൂട്ടാനൊന്നും കാരണമാവില്ല. ഒരു എക്സാമ്പിൾ പറയാം. 10 ലക്ഷം രൂപയുടെ 2 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഒന്നിൽ 5 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്, രണ്ടാമത്തേതിൽ 20 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അപ്പോൾ എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കും നമ്മൾ ഒരേപോലെയാണ് എമൗണ്ട് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഒരു ഫണ്ടിൻ്റെ ഇപ്പോൾ പെർ ആനം 22% റിട്ടേൺസ് നൽകുകയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് നമ്മുടെ 2 പോർട്ട്ഫോളിയോയിലുണ്ട്. ബാക്കിയുള്ള ഇക്വിറ്റി ഫണ്ട് സ്കീമുകൾക്കെല്ലാം ഒരു 12% ആനുവലൈസ് റിട്ടേൺസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 5 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പോർട്ട്ഫോളിയോ ആയിരിക്കും ടോട്ടൽ കോർപ്പറ്റ്സ് കൂടുതലുണ്ടാവുക. ഇനി അടുത്ത കാരണം, നിങ്ങളിപ്പോൾ ഒരുപാട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്സിലേക്കും കൂടിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിട്ടേൺസ് ഇൻഡെക്സിൻ്റെ അതുപോലെ ആവാം, ലൈക്ക് ഇപ്പോൾ നിഫ്റ്റി 50 പോലെ. പക്ഷേ നിങ്ങളുടെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും, കാരണം ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആയതുകൊണ്ട്. അപ്പോൾ ഒരു ഇൻഡെക്സിൻ്റെ പോലത്തെ റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡെക്സ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതാവുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ കാരണം, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു പ്രശ്നമാണിത്. അപ്പോൾ ഇൻഡിവിജ്വൽ സ്കീമുകളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് നല്ലപോലെ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എക്സിറ്റ് ചെയ്യും. ഇനിയിപ്പം 2 ഇക്വിറ്റി ഫണ്ടിൽ എത്രത്തോളം കോമൺ ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫണ്ട് പിക്കർ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫണ്ട് പിക്കർ ടൂൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കാനറ റോബിക്യൂ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് റെഗുലർ ഗ്രോത്ത്, അതുപോലെ തന്നെ ആക്സിസ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് റെഗുലർ ഗ്രോത്ത് എടുത്തുകൊണ്ട് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നമ്മൾ നോക്കുകയാണ്.
അപ്പം ഈ രണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നമ്മൾ നോക്കുമ്പോൾ 65 മുതൽ 70% സ്റ്റോക്സ് കോമൺ ആണ്. അപ്പം ഈ രണ്ട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ 51% പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ഉണ്ട്. അപ്പം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ പോർട്ട്ഫോളിയോയിൽ 60 മുതൽ 65% കോമൺ ഉണ്ടെങ്കിൽ അത് ഹൈ പോർട്ട്ഫോളിയോ ഓവർലാപ്പാണ്. ഇനി നമ്മൾ വരുത്തുന്ന തേർഡ് കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇക്വിറ്റി ഫണ്ട്സ് നിങ്ങൾ പെട്ടെന്ന് റിഡീം ചെയ്യുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ്സ് റെഗുലേറ്ററി റിപ്പോർട്ട് പ്രകാരം സെബി കുറച്ച് ഞെട്ടിക്കുന്ന ഫാക്ട്സ് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ റെഗുലർ പ്ലാനിലുള്ള 50%-ലധികം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ജസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ റിഡീം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കൊല്ലത്തിനുള്ളിൽ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ 2022-23 ഫൈനാൻഷ്യൽ ഇയറിൽ 73% മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ 2 വർഷത്തിനുള്ളിൽ റിഡീം ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഇയർ 2022 ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിൽ ഏകദേശം 71% 2 വർഷത്തിനുള്ളിൽ റിഡീം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഇതിൻ്റെ കാരണമെന്ന്, അല്ലേ? അപ്പം ഇതിനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വോളറ്റിലിറ്റി തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒക്ടോബർ എടുക്കുക. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു സമയത്തൊക്കെ റോളർ കോസ്റ്റർ റൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കാരണം നമുക്കറിയാം ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പം ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ്, ഇൻഫ്ലേഷൻ കൂടുന്ന കാരണം എക്കോണമിക് ഇൻസ്റ്റെബിലിറ്റി, അതുപോലെ US ബോണ്ട് ഈൽഡ് സ്ഥിരമായിട്ട് കൂടുന്നതുകൊണ്ടൊക്കെ. അപ്പം ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പം ഇക്വിറ്റി ഫണ്ടിൽ ഇട്ടത് നഷ്ടം വന്നാലോ എന്ന് ആളുകൾ പേടിച്ചു. സോ ഇവർ ആ ടെൻഷൻ കയറി ഇൻവെസ്റ്റ്മെൻറ്റ് എക്സിറ്റ് ചെയ്തു. നമുക്ക് നഷ്ടം കുറച്ച് നല്ല റിട്ടേൺസ് നേടണമെങ്കിൽ ലോങ് ടേമിലേക്ക് നമ്മൾ ഇക്വിറ്റി ഫണ്ട്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഇക്വിറ്റി ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് പറഞ്ഞാൽ SIP വഴി ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്രിസിലിൻ്റെ ഒരു പഠനം അനുസരിച്ച് ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് SIP ത്രൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് നഷ്ടമാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 28%. പക്ഷെ നിങ്ങൾ 10 വർഷത്തേക്ക് ആകുമ്പോഴേക്കും ഇതിനുള്ള ചാൻസ് 0 ആണ്. ഇനിയിപ്പം ഇക്വിറ്റി ഫണ്ട്സിൽ SIP ത്രൂ ഉള്ള ആവറേജ് റിട്ടേൺസോ? ഇപ്പോൾ ക്രിസിലിൻ്റെ പഠനം അനുസരിച്ച് ഇക്വിറ്റി ഫണ്ടിൽ 1 മുതൽ 3 വർഷത്തിൽ ആവറേജ് SIP റിട്ടേൺസ് എന്ന് പറയുന്നത് ഹൈലി വോളറ്റൈലാണ്. 4ാമത്തെ വർഷം തൊട്ട് അതൊന്ന് സ്റ്റേബിളായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കൊരു ഇൻഫ്ലേഷൻ മറികടക്കുന്ന റിട്ടേൺസ് ഒക്കെ ലഭിക്കും. അപ്പോൾ ലോങ് റണ്ണിൽ ഏകദേശം നമുക്ക് 12%. ഇനി നമുക്ക് ഫോർത്ത് കോമൺ മിസ്റ്റേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നത് നമ്മൾ അവഗണിക്കുന്നതാണ് ഇവിടെ വരുന്നത് നമ്മുടെ മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ പല അസറ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പം ഇക്വിറ്റി, ഡെറ്റ് ഒക്കെ. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ശരിയായിട്ട് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് ടോളറൻസ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളൊക്കെ ഫിറ്റ് ആവുന്ന ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ പോർഷൻ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ട് ഓരോ അസറ്റ് ക്ലാസിൻ്റെ വെയിറ്റേജ് നമ്മൾ മുന്നേ കണ്ട് തീരുമാനിച്ച ഒരു അലോക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണിത്. നിങ്ങളിപ്പം ഇങ്ങനെ വിചാരിക്കുക, ഇക്വിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 60% പോർട്ട്ഫോളിയോ അലോക്കേഷൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, 40% ഡെറ്റിലേക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് വിചാരിക്കാം. 6 ലക്ഷം ഇക്വിറ്റിയിലും 4 ലക്ഷം ഡെറ്റിലും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇക്വിറ്റി പോർഷൻ ഒരു വർഷം 20% വളരുവാണെങ്കിൽ 6 ലക്ഷത്തിൽ നിന്ന് അത് 7,20,000-ലേക്കാകും. ഇനിയിപ്പോൾ ഡെറ്റ് പോർഷൻ ഒരു വർഷത്തിൽ 8% വളരുകയാണെങ്കിൽ 4 ലക്ഷത്തിൽ നിന്ന് 4,32,000 ആവും. അപ്പം നിങ്ങളുടെ പോർട്ട്ഫോളിയോ 10 ലക്ഷത്തിൽ നിന്ന് 11,32,000 ആയിട്ട് വളർന്നിട്ടുണ്ടാവും. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ 62.5%, ഡെറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ 37.5%. അതായത് ഇക്വിറ്റി ഡെറ്റിനേക്കാളും 2.5% കൂടുതലാണ്. അതുപോലെ തന്നെ ഡെറ്റ് 2.5% കുറവുമാണ്. ഇനിയിപ്പം 60-40 എന്നുള്ള ഇക്വിറ്റി ഡെറ്റ് മിക്സിലേക്ക് വരാണെങ്കിൽ നിങ്ങൾ 2.5% ഇക്വിറ്റിയിൽ നിങ്ങൾ റിഡീം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ 2.5% ഡെറ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ പഴയ സ്റ്റേറ്റിലേക്ക് പോകും. ഇനി എപ്പോഴാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ റീബാലൻസ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾ റീബാലൻസ് ചെയ്യണം. ലൈക്ക് ഇപ്പം എല്ലാ 6 മാസം കൂടുമ്പം അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് അലോക്കേഷന് 5% അല്ലെങ്കിൽ 10% ഡീവിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, പീരിയോഡിക്കലി നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ റീബാലൻസ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലായിട്ട് മാച്ച് ആവില്ല. സോ അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ നേടിയെടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് മാറും. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പെർഫോമൻസ് തരാത്തതിൻ്റെ 4 കോമൺ മിസ്റ്റേക്സ് ആണ് നമ്മൾ കവർ ചെയ്തത്. അപ്പം നമ്മൾ സ്റ്റാർ റേറ്റിങ്ങോ പാസ്റ്റ് പെർഫോമൻസിന് പുറകെ പോകുന്നതല്ല ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ നല്ലതാണ്, പക്ഷേ ഒരുപാട് അങ്ങ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺസ് അങ്ങ് ഡൈല്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ കോസ്റ്റും കൂടും. സോ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക, സ്മാർട്ടായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് പുതിയൊരു യൂസ്ഫുൾ കോണ്ടന്റ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.